നൂറ്റാണ്ടുകളായി ഇവിടുത്തെ യാഥാസ്ഥികരായിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മക്കപ്പുറ ഇതിന് തൊട്ടടുത്തൊരു ജാറുണ്ട്. ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് ജാറങ്ങൾ കെട്ടിപ്പൊക്കി അവിടെ ചന്ദനത്തിരി കത്തിച്ച് അവിടെ ഒരു ജാറം മൂടി അവരെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ബർക്കത്തെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇതിന് എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ പറയൂ എന്ന വെല്ലുവിളി മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉയർത്താൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി, 100 വർഷത്തിലേറെയായി. ആ സമയത്ത് ഇത്ര കാലം ഖുർആനും ഹദീസൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും തൗഹീദ് കിട്ടിയ ഒരാളെ കൺഫ്യൂഷൻ ആക്കാവുന്ന ഒരു തെളിവ് കൊണ്ടുവരാൻ ഒരു ഉസ്താദുമാർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന ആൾക്കാരൊക്കെ കുറെ ആൾക്കാർ അങ്ങനെ തന്നെ പോകൂലേ? ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ അവസാനം അവർ കണ്ടെത്തിയ ഒരു തെളിവ്, എക്കാലഘട്ടങ്ങളിലും അവർ അവസാനം പിടിച്ചു നിൽക്കുന്ന ഒരു തെളിവ് ഏതാണെന്ന് വെച്ചാൽ, മറഞ്ഞ വഴിയിലൂടെ, അദൃശ്യമായ വഴിയിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റൂ എന്നതാണ് തൗഹീദിന്റെ മർമ്മം. മറ്റാർക്കും പറ്റൂല. മറ്റാരെങ്കിലും വല്ല ഉപദ്രവവും ഉപകാരവും നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണങ്ങളിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലൂടെ ഓരോ സൃഷ്ടികൾക്കും അള്ളാഹു കൊടുത്തിട്ടുള്ള സവിശേഷതയും പ്രത്യേകതയും കഴിവിലും നിന്നുകൊണ്ടേ അവർ സഹായിക്കൂ. അള്ള തരുന്നൊരു സഹായം, മറഞ്ഞ വഴിക്കുള്ളൊരു സഹായം, അത് ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സുന്നികൾ ശക്തമായി വാദിച്ചു, അല്ല, മറഞ്ഞ വഴിക്ക് സഹായിക്കാനും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിൽ ഇടപെടാനും ഗുണവും ദോഷവും വരുത്തുവാനും അള്ളാഹു അല്ലാത്തവർക്ക് കഴിയും എന്നവർ വാദിച്ചു. നമ്മൾ തെളിവ് വെച്ചു, തെളിവില്ല. അവസാനം അവർ കണ്ടെത്തിയ തെളിവാണ്, അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മറഞ്ഞ വഴിക്ക് ഗുണവും ദോഷവും ചെയ്യാൻ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ എന്ത് ചെയ്യും? മലക്കുകൾക്ക് പറ്റും. വൽ മലായികതു ബഅദ ദാലിക ലഹീർ. ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ ഓതി, മലക്കുകളും സഹായിക്കും എന്ന് സൂറത്തു തഹ്രീമിലെ ആയത്തോതി. നിങ്ങൾ ആലോചിക്കണം, മറഞ്ഞ വഴിക്ക് മനുഷ്യനെ സഹായിക്കും എന്നതിന് അവർ കൊണ്ടുവന്ന തെളിവാണ് ജിന്നിന്റെയും മലക്കിന്റെയും സഹായങ്ങൾ. ജിന്നിനെയും മലക്കിനെയും കാണുന്നില്ലല്ലോ, അപ്പൊ ജിന്നും മലക്കും സഹായിക്കുമെന്ന് വിശ്വസിക്കണില്ലേ? ജിന്നും മലക്കിൽ നിന്നും ഉപദ്രവങ്ങളും ഉപകരണങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കണില്ലേ? അങ്ങനെയാണെങ്കിൽ മറഞ്ഞ നിലക്ക് ഔലിയാക്കന്മാർ സഹായിക്കും, ബദരീങ്ങൾ സഹായിക്കും, മമ്പറന്തങ്ങൾ സഹായിക്കും, എല്ലാ മഹാത്മാക്കളും സഹായിക്കും. എങ്ങനെ സഹായിക്കും? ജിന്നു ഉപദ്രവിക്കുന്ന പോലെ, മലക്ക് സഹായിക്കുന്ന പോലെ സഹായിക്കും. അതായിരുന്നു അവിടെ തെളിവ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? അപ്പൊ നമ്മൾ എന്ത് മറുപടി പറഞ്ഞു? അപ്പൊ എന്നാ അത് അങ്ങനെ തന്നെ അല്ലേ? ഈ മഹാത്മാരും പുണ്യാത്മാക്കളൊക്കെ നമ്മളെ സഹായിക്കുന്ന പോലെ തന്നെയാണ് ജിന്നിന്റെയും മലക്കിന്റെയും സഹായം എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ, പറയാൻ പറ്റൂ. അവിടെ തൗഹീദ് പോയില്ലേ? അവർ കൊണ്ടുവന്ന തെളിവ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഉറപ്പിച്ച് അവരോട് പറഞ്ഞു, ജിന്നും മലക്കും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തല്ല. അവരുടെ സഹായത്തെക്കുറിച്ച് മറഞ്ഞ സഹായം, അദൃശ്യ സഹായം, അതേപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള സഹായം എന്നൊരിക്കലും പറയാൻ പാടില്ല. ജിന്ന് ഉപദ്രവിച്ചാൽ അത് ജിന്നിന് കൊടുത്ത കഴിവിൽ നിന്ന് കൊണ്ട് ചെയ്യുന്ന ഉപദ്രവം, അതല്ലാതെ ബദരീങ്ങൾ സഹായിക്കുന്ന പോലെയല്ല. ബദരീങ്ങൾ സഹായിക്കുമെന്ന് പറയുന്ന പോലെയല്ല, മുഹിയുദ്ദീൻ ഷേഖ് സഹായിക്കുമെന്ന് പറയുന്ന പോലെ. എന്താ? അവർ മരിച്ചുപോയി, എല്ലാ ബന്ധവും മുറിഞ്ഞുപോയി, അവർ കേൾക്കില്ല, അവർ കാണില്ല, അവർക്ക് നമ്മുടെ വിഷയങ്ങൾ അറിയാൻ പറ്റൂല, അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റൂല. ഇടപെടാൻ പറ്റുമെങ്കിൽ അവർക്ക് എന്തു വേണം? മറഞ്ഞ കഴിവ് വേണം, അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കഴിവ് വേണം. അതുകൊണ്ട് മരിച്ചവർ സഹായിക്കും. ഞാൻ പറയുന്നത് മരിച്ച ആള് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി, മരിച്ച ഒരാൾ എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. എന്നാൽ ജിന്ന് എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ? ജിന്ന് എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ? ഞാനിപ്പോ ഈ പ്രസംഗിക്കുന്നത് ഒരു ജിന്ന് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ? പിന്നെ ഇങ്ങനെ രണ്ടും ഒന്നാവുക? ബദരീങ്ങളെ വിളിക്കുന്നതും അതേപോലെ തന്നെ ജിന്ന് നമ്മളെ ഉപദ്രവിക്കും അല്ലെങ്കിൽ ഉപകാരം ചെയ്യും എന്ന് പറയുന്നത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. എന്നാൽ സുഹൃത്തുക്കളെ, തൗഹീദിന്റെ പ്രബോധന രംഗത്ത് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പണ്ഡിതന്മാർ മുഴുവൻ ഈ 1400 കൊല്ലമായി തൗഹീദിനെതിരെ സ്ഥാപിക്കാൻ വേണ്ടി ജിന്നിനെയും മലക്കിനെയും തെളിവായി കൊണ്ടുവന്ന എല്ലാ യാഥാസ്ഥിക ശിർക്കിന്റെ വാദക്കാരോടും
അന്ന് മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തല്ല. ജിന്നിന്റെ കഴിവ് അഭൗതിക കഴിവല്ല. ജിന്നിന്റെ സഹായം അഭൗതിക സഹായമല്ല. എന്നാ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ മേൽ ശിർക്ക് വേണ്ടി, നമ്മൾ ശിർക്കിലാണെന്ന് പറയാൻ വേണ്ടി ഇവിടുത്തെ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ എന്തു പറഞ്ഞു പറയുന്നത്? ജിന്നിന്റെ സഹായം അഭൗതികമാണ്, ജിന്നിന്റെ സഹായം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്, ജിന്നിന്റെ സഹായം എന്താണ്? അദൃശ്യ സഹായമാണ്, കാര്യകാരണത്തിന് അപ്പുറത്ത് സഹായമാണെന്ന് അവർ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്, കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മൾ ചോദിച്ചു, ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് നിങ്ങൾ പറയണം ഈ ആളുകളോട് എന്ന് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വാദം അവർ അംഗീകരിച്ചു കൊടുത്തു. സുന്നികൾ ഇതുവരെ പറഞ്ഞ വാദം അവർക്ക് സമ്മതിച്ചു കൊടുത്തു. എന്ത്? ജിന്നിന്റെയും മലക്കിന്റെയും ഒക്കെ കഴിവ് അഭൗതിക കഴിവാണ്, അദൃശ്യ കഴിവാണ്, മറഞ്ഞ നിലക്കുള്ള ഉപകാരമാണ്, ഉപദ്രവമാണ് എന്ന്. അതോടുകൂടെ എന്താ അറിയോ? തൗഹീദ് പറയാൻ തന്നെ അവർക്ക് പറ്റാതെയായി.